കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ 12,000 പെൺകുട്ടികളുടെ ഭരതനാട്യം നൃത്തം നടത്തി ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് ഇട്ട ശേഷം ദിവ്യ ഉണ്ണി US മടങ്ങി. അവരെ പോലീസിന് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല. കലൂരിലെ ഈ പരിപാടിക്ക് ഏകദേശം 12,000-ഓളം പെൺകുട്ടികൾ നൃത്തം ചെയ്തത് നമ്മൾ കണ്ടു. അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ദിവ്യ ഉണ്ണി എന്ന സിനിമാ നടിയും അവരുടെ സുഹൃത്ത് നടൻ സിജോയ് വർഗീസുമായിരുന്നു. ഇവരായിരുന്നു ഈ പ്രോഗ്രാം നടത്തി അതിൻ്റെ ബെനിഫിഷ്യറി എന്ന് തോന്നുന്നു. ഉമാ തോമസ് MLA ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു. ടെമ്പററി ആയി കെട്ടിരിക്കുന്ന VIP സ്റ്റേജിൽ നിന്ന് അവർ താഴെ വീണു. ആ ദിവസം മുതൽ അവർ അബോധാവസ്ഥയിലാണ്. അവരിപ്പം ഹോസ്പിറ്റലിലേക്ക് കഴിയുകയാണ്, വെന്റിലേറ്ററിലുമാണ്. എങ്കിലും ഡെയിലി അവരുടെ ഇമ്പ്രൂവ്മെൻറ്റ് നന്നായിട്ട് വരുന്നുണ്ട്. അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്നാണ് കരുതുന്നത്. മൃദംഗ വിഷൻ ഡയറക്ടർ നിഘോഷ് കുമാറിനെയും ഭാര്യ മിനിയെയും CEO ഷമീറിനെയും പോലീസ് ചോദ്യം ചെയ്തു കഴിഞ്ഞു. നടി ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യണം, നടൻ സിജോയ് വർഗീസിനെ ചോദ്യം ചെയ്യണം. പക്ഷേ അതിന് സാധിച്ചില്ല. സിജോയ് വർഗീസ് ഇപ്പോൾ എവിടെയാണെന്നറിയില്ല. അതേസമയം ദിവ്യ ഉണ്ണി 1-ാം തീയതി കൊച്ചി എയർപോർട്ടിൽ നിന്ന് US മടങ്ങി. അവർ സിനിമാ നടിയായിരുന്ന കാലഘട്ടത്തിൽ അവർ വിവാഹിതയായി അമേരിക്കയിൽ സെറ്റിൽ ചെയ്തു. ഈ പ്രോഗ്രാമിന് വേണ്ടി ഇവിടെ വന്ന് കഴിഞ്ഞ നവംബറിലാണ് അവർ വന്നത്. അതിനുശേഷം 1-2 മാസം ഇവിടെ നിന്നു. അതിനുശേഷം അവർ മടങ്ങിപ്പോയി. അവിടെ കലൂർ സ്റ്റേഡിയത്തിലെ അവിടുത്തെ അഡ്മിഷൻ്റെ കാര്യം നമുക്കറിയാം. ഒരു ഡാൻസ് കളിക്കുന്ന കുട്ടിക്ക് 3,600 രൂപ കൊടുക്കണം, എങ്കിലേ അവിടെ ഡാൻസ് കളിക്കാനൊക്കെ ഉള്ളൂ. ഗിന്നസ് ബുക്കിൽ അവരുടെ പേര് വരും എന്നാണ് ഈ കുട്ടികളെല്ലാം പ്രതീക്ഷിച്ചത്. അവരുടെ നൃത്യ അധ്യാപകർ പലരും ഇതിലേക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കാണികൾ അവിടെ കയറുന്നതിന് താഴത്തെ ഗാലറിയിൽ ചെയർ ഗാലറിയിൽ ഇരിക്കാൻ ഏകദേശം 300 രൂപ, മുകളിലത്തെ ഗാലറി ഇരിക്കാൻ ഏകദേശം 140 രൂപ. ഇതാണ് ഏകദേശം 15,000-നും 16,000-നും ഇടയ്ക്ക് ആൾക്കാർ അവിടെ വന്നു കയറി ഇത് കണ്ടു. മന്ത്രി സജി ചെറിയാനും അവിടെയുണ്ട്, ഒരു ADGP ഉണ്ട്, എറണാകുളം കമ്മീഷണറുണ്ട്, GCDA ചെയർമാൻ ചന്ദ്രൻപിള്ളയും ഉണ്ട്. എന്തായാലും അപകടം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് ഇത് വിവാദമായത്. അല്ലെങ്കിൽ ഇത് ആരും അറിയാതെ എല്ലാവരും അവരവരുടെ വസതിയിലേക്കും അവരവരുടെ മാളത്തിലേക്കും പോയി കഴിയുമായിരുന്നു. ഇത് ഉമാ തോമസ് MLA വീഴ്ചയിൽ ഈ സംഭവത്തെപ്പറ്റി കൂടുതൽ പബ്ലിസിറ്റിയായി. ആരാണ് ഇതിൻ്റെ ബെനിഫിഷ്യറി എന്നാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത്. 6-7 കോടി രൂപ വന്നതായിട്ട് കണക്കുണ്ട്, 10 കോടി വരെ വന്നു എന്നും പറയുന്നുണ്ട്. ആരാണ് ഈ പൈസ കൊണ്ടുപോയത്? പോലീസ് എന്തായാലും പാലാരിവട്ടം പോലീസ് 2 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മൃദംഗ വിഷൻ ഡയറക്ടർ നിഘോഷ് കുമാറിനെയും ഭാര്യ മിനിയെ CEO ഷമീറിനെയും അവിടുത്തെ അതിൻ്റെ കോൺട്രാക്ടർമാർ ബെന്നി ഉൾപ്പെടെയുള്ള 2 പേരെയും അറസ്റ്റ് ചെയ്തു. അവരെല്ലാം ജാമ്യത്തിലാണ്. ഈ പ്രോഗ്രാം നടത്തിയത് മൃദംഗ വിഷൻ എന്ന ഒരു കമ്പനിയുടെ പേരിലാണ്. അതിൻ്റെ ഡയറക്ടർ നിഘോഷ് കുമാറാണ്. അദ്ദേഹത്തെ പറ്റി നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഏഷ്യാനെറ്റിൽ കണ്ടു. അതിനകത്ത് ഏകദേശം 3,000-ഓളം കോപ്പി ചെലവായ 6 മന്ത്ലി പ്രസിദ്ധീകരണങ്ങൾ ഈ മൃദംഗ വിഷൻ്റെ പേരിൽ ഇറക്കി എന്ന് പറയുന്നു. അതിൻ്റെ കോപ്പിയൊന്നും ആരും കണ്ടിട്ടില്ല. എന്താണ് കോപ്പി, അതിൻ്റെ കണ്ടൻസ് എന്താണെന്നൊക്കെ കാര്യം പോട്ടെ. പക്ഷേ അദ്ദേഹത്തിന് ഇതിൻ്റെ പേരിലാണ്, മൃദംഗ വിഷൻ്റെ പേരിലാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. പാലാരിവട്ടം പോലീസ് ഇവരുടെ ബാങ്ക് ട്രാൻസാക്ഷൻ എല്ലാം ഇപ്പം ബാൻ ചെയ്തു. 38 ലക്ഷം രൂപ ബാങ്കിൽ ഇപ്പോൾ കിടപ്പുണ്ട്. ഇതിന് ഏകദേശം 65,000 രൂപ പോലീസിൽ അടച്ചിട്ടുണ്ട്.
പോലീസുകാരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. GCDA അവർക്ക് ഏകദേശം 9 ലക്ഷം രൂപ കിട്ടിയെന്നാണ് പറയുന്നത്. 5 ലക്ഷം രൂപ അവിടെ ഡിപ്പോസിറ്റ് ഉണ്ട്. അതേസമയം നമ്മൾ ആലോചിക്കണം, ഇത്രയും വലിയ പ്രോഗ്രാം നടത്തിയിട്ട് അതിന് അവിടുത്തെ കൊച്ചിൻ കോർപ്പറേഷൻ്റെ മേയറിൻ്റെ പ്രസ്താവന കണ്ടു. അവരറിഞ്ഞിട്ടില്ല, അവർ അതിനുള്ള റവന്യൂ ടാക്സ് അവിടെ അടച്ചിട്ടില്ല, അവരറിയാതെ ഇത് നടന്നു. അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ, കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ ലേഡി, അവർ വളരെ സ്മാർട്ടാണ്. അവന് ഇതിനെതിരായിട്ട് പ്രതികരിച്ചു, അതിനെതിരായിട്ട് അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്നും മനസ്സിലാവുന്നു. കൊച്ചിൻ മേയർ അല്ലെങ്കിൽ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഒരു വരുമാന മാർഗമാണ് ഇതുപോലെയുള്ള ഫങ്ഷൻ. അതുകൊണ്ട് ആ പണം എങ്ങോട്ട് പോയി എന്നറിയില്ല. ആരാണ് ഇതിൻ്റെ സംഘാടകരെയൊക്കെ നമുക്ക് മനസ്സിലായി. ഇതിൽ വന്നു ചേർന്നിരിക്കുന്ന കോടിക്കണക്കിന് രൂപ എങ്ങോട്ട് പോയി, അത് ദിവ്യ ഉണ്ണി എത്ര കോടി രൂപ കൊണ്ടുപോയി, 3-3.5 കോടി രൂപ കൊണ്ടുപോയി എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് ആ നടിയുടെ കൂടെ നടൻ സിജോയ് വർഗീസ് ഉണ്ട്, അയാൾക്കെന്ത് ബെനിഫിറ്റ് കിട്ടി, മൃദംഗ വിഷൻ നികേഷ് കുമാറിന് എത്ര കിട്ടി, CEO ഷമീറിന് എത്ര കിട്ടി? ഇതൊരു ചീറ്റിംഗ് ആണോ? കാരണം കലാകാരന്മാരെ ഇങ്ങനെയുള്ള പ്രോഗ്രാം നടത്തുന്നതിന് എതിർപ്പ് പറയാൻ ഒക്കില്ല. കാരണം അങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടെങ്കിൽ ആൾ കയറിയെങ്കിൽ അവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. ഫുൾ ടൈം കലാകാരന്മാരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അവർക്ക് ഇതിൻ്റെ ന്യായമായ ബെനിഫിറ്റ് കിട്ടിയെങ്കിൽ അതിന് ഒരു കുറ്റവുമില്ല, അതിനൊരു കേസെടുക്കാനും കഴിയില്ല, അവരുടെ ജീവിത മാർഗമാണ്. അതുകൊണ്ട് അവിടെയൊന്നും നമ്മൾ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നൃത്താധ്യാപകരിൽ ആരെങ്കിലും ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടോ? അവരുടെ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ചാൻസ് വരുമ്പം, ഇത്രയും പബ്ലിസിറ്റി കിട്ടുമ്പോൾ, 12,000 പേരുണ്ടെങ്കിലും ഓരോ കുട്ടികളും അവർ ഡാൻസ് കാണിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർനാഷണൽ ഫോറത്തിലും വേൾഡ് മുഴുവൻ അറിയപ്പെടുന്ന ഒരു സംഗതിക്ക് പങ്കെടുക്കുന്നതിന് അവർക്ക് തീർച്ചയായിട്ടും അവർ അർഹരാണ്. അതിനവർ വരും, പൈസ ചിലവാക്കും. അവർക്ക് വല്ല തിരിച്ച് പണം വല്ലതും കിട്ടിയോ ഇല്ലയോ എന്ന് അറിയില്ല. 3600 രൂപ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഡാൻസ് കളിക്കണം എന്ന് കുട്ടികൾ, പ്രായമായവരും ഒക്കെ അവിടെ വന്ന് ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബെനിഫിഷ്യറിയിൽ 390 രൂപയുടെ സാരി ഏകദേശം 1600 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. അതിൻ്റെ ആ ബെനിഫിറ്റ് ആർക്ക് പോയി? നമുക്ക് പോലീസിൻ്റെ അന്വേഷണം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവിടെ ആവശ്യമായ മുൻകരുതലുകൾ എടുത്തിട്ടില്ല. 1.5 വർഷം കൊണ്ടാണ് ഈ പ്രോഗ്രാം ഇത്ര സക്സസ് ആയി നടത്തിയെന്നാണ് മൃദംഗ മിഷൻ്റെ ഡയറക്ടറും അതിൻ്റെ CEO ഷമീറും പറയുന്നത്. ആയിക്കോട്ടെ, അതിനൊന്നും അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ ഈ പണം എങ്ങോട്ട് പോയി, ആർക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ്? ഇങ്ങനെ ഒരു സംഘടന മൃദംഗ മിഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്ന പണം അവരെന്തിനു വിനിയോഗിക്കുന്നു? അവർ ഈ നൃത്താധ്യാപകരെയും അല്ലെങ്കിൽ കലാകാരന്മാരെ ഉന്നമതിക്ക് വേണ്ടി ആ പണം ചെലവഴിക്കുന്നുണ്ടോ? അതോ ഇങ്ങനെയൊക്കെ സംഘടിപ്പിച്ചിട്ട് അവരുടെ സ്വന്തം കീശ വീർപ്പിക്കാനാണോ എന്നൂടെ നോക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും കോടി രൂപ വന്നിട്ട് ഈ പണം ദിവ്യ ഉണ്ണിക്ക് ഏതായാലും നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടുണ്ടെന്നറിയാം. പക്ഷേ എത്ര കൊടുത്തു, എന്ത് കൊടുത്തു? അവർ അമേരിക്കയിൽ നിന്ന് വന്നു പോകുന്ന അവരുടെ കൂടെയുള്ള അണിയറയിൽ പ്രവർത്തിക്കുന്നവരും ഡാൻസിൻ്റെ ചില ആൾക്കാരും അങ്ങനെയുള്ളവർക്കെല്ലാം കൂടി എത്ര രൂപ കോൺട്രാക്ട്? ഒരു പ്രോഗ്രാമിനെ നമ്മൾ വിളിക്കുമ്പം, അല്ലെങ്കിൽ അത് കട ഉദ്ഘാടനത്തിന്, സ്വർണ്ണക്കട ഉദ്ഘാടനത്തിനൊക്കെ നടന്മാരെ വിളിക്കുമ്പോൾ നല്ല എമൗണ്ടാണ് കൊടുക്കുന്നത്. അവർ ആ എമൗണ്ട് വാങ്ങിച്ചുകൊണ്ട് പോകും. ഇവിടെ ദിവ്യ ഉണ്ണി അമേരിക്കയിൽ നിന്ന് വന്ന് ഈ പ്രോഗ്രാമത്തിൻ്റെ കോർഡിനേറ്റർ ആയോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. എങ്കിലും അവരാണ് അതിൻ്റെ ലീഡർഷിപ്പ് എടുത്തത്. അവരുള്ളതുകൊണ്ടാണ് ആൾക്കൂട്ടം വന്നത്. അവരുള്ളതുകൊണ്ടാണ് നൃത്താധ്യാപകർ പലരും ഇതിനോട് യോജിച്ചത്. അവരുള്ളതുകൊണ്ടാണ് നൃത്തം പഠിക്കുന്ന കുട്ടികൾക്ക് അത് വലിയ അവരോടൊപ്പം ഡാൻസ് ചെയ്യാനുള്ള അവസരം അവർ നോക്കി 3600 രൂപ മുടക്കിയത്. പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് ആരെങ്കിലും പണം അടിച്ചു മാറിയിട്ടുണ്ടോ? കൃത്യമായ എല്ലാ രംഗത്തും ഇവർ പണം റെമിറ്റ് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ആളുകൾ ഇതിൻ്റെ പിന്നിൽ നിന്ന് കളിച്ച് ഈ പണം അടിച്ചു മാറ്റിയിട്ടുണ്ടോ? ഇതൊക്കെ പലരുവട്ടം പോലീസ് ഇനി നോക്കുമെന്ന് കരുതുന്നു. അതിലേക്കാണ് അന്വേഷണം പോകുന്നത്. പക്ഷേ അതിന് മുന്നോടിയായി ദിവ്യ ഉണ്ണി US പോയാലും അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും എടുത്തേ വെക്കുള്ളൂ. അവർ അവിടുന്ന് വന്ന് ഈ പോകുന്നതിന് കാലതാമസം ഉണ്ടാകും. അതിനൊക്കെ അവർ പണം മുടക്കി വരുമോ ഇല്ലയോ എന്നറിയില്ല. അതുകൊണ്ട് അവരുടെ മൊഴി ഓൺലൈനിൽ പാലാരിവട്ടം പോലീസ് എടുക്കുമെന്ന് പറയുന്നുണ്ട്.
അത് നല്ല കാര്യം, ഓൺലൈനിൽ എടുക്കട്ടെ. അവർക്ക് ഈ പ്രോഗ്രാമിന് അവർ നവംബർ മുതൽ എറണാകുളത്തുണ്ട്. ഈ പ്രോഗ്രാമിന് എത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ എത്ര കോടി രൂപ അവർക്ക് കിട്ടി, ഈ പണം ആരുടെ അക്കൗണ്ടിലാണ് ഈ മൊത്തം പണം വന്നത്, അത് മൃദംഗ വിഷൻ ഡയറക്ടർ അക്കൗണ്ടിലാണോ അത് വേറെ പലരുടെ അക്കൗണ്ടിൽ പോയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാലാരിവട്ടം പോലീസ് അന്വേഷിച്ച് ഇതിനകത്തൊരു ചീറ്റിംഗ് നടന്നിട്ടുണ്ടോ. ദിവ്യ ഉണ്ണിക്ക് കോൺട്രാക്ട് അനുസരിച്ചുള്ള പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറ്റമാക്കാം, അത് കുറ്റകരമായി പറയാൻ കഴിയില്ല. കലാകാരന്മാർ ചിലർ ചെറിയ എമൗണ്ട് വാങ്ങിക്കുന്നവർ, വലിയ എമൗണ്ട് വാങ്ങിക്കുന്നവരുണ്ട്. അതൊക്കെ അവർ ഇത്ര നാളും കഷ്ടപ്പെട്ടതിൻ്റെ അവരുടെ പബ്ലിസിറ്റി അനുസരിച്ച് പണം വാങ്ങും. അതിലൊന്നും കുറ്റപ്പെടുത്താൻ കഴിയില്ല. ന്യായമായി വാങ്ങുന്ന പണത്തിന് അതിന് ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. പക്ഷേ ഇവിടെ ദിവ്യ ഉണ്ണി ഇപ്പോൾ അമേരിക്കയിലേക്ക് പോയി, പോലീസ് അറിഞ്ഞില്ല. അവർ 1-ാം തീയതി ഈവനിങ് ഫ്ലൈറ്റിലേക്ക് സ്ഥലം വിടുകയും ചെയ്തു. അവരെ ഓൺലൈനിൽ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് എത്ര രൂപ കിട്ടി, എന്താണ് കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ റിട്ടേൺ കോൺട്രാക്റ്റ് ഉണ്ടോ എന്നൊക്കെ പോലീസ് ഇനിയിപ്പം അവരോട് ചോദിക്കും. ഈ കേസിനകത്ത് സെക്യൂരിറ്റി ലാപ്സസ് മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. കാരണം GCDA അവിടുത്തെ ഫംഗ്ഷന് തീർച്ചയായിട്ടും അവർ പണം വാങ്ങിക്കും. അവർ നേരത്തെ 8 ലക്ഷം രൂപ ആയിരുന്നു അവിടുത്തെ ഒരു ഫംഗ്ഷൻ്റെ പരിപാടിക്ക് അവർ ചാർജ് ഈടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവരോട് 9 ലക്ഷം വാങ്ങിച്ചിട്ടുണ്ട്. അവർ ഡിപ്പോസിറ്റ് തുകയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ GCD അറിഞ്ഞു തന്നെയാണ് ഈ പ്രോഗ്രാം നടന്നത്. അവരുടെ PWD വിങ് ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ, ഈ സ്റ്റേജ് കിട്ടിയത് അവർ അറിയാതെയാണോ, അവരറിഞ്ഞുകൊണ്ടാണ് ഈ സ്റ്റേജ് കിട്ടി, ടെമ്പററി സ്റ്റേജ് കിട്ടി, അതിൻ്റെ ഉറപ്പ്, അതിൻ്റെ ബലം അവർ പാലിച്ചില്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ഒരു വീഴ്ച തന്നെ. PWD വിങ്ങോടൊക്കെ ഉണ്ട്, അവർക്ക് ഭാഗത്തൊരു വീഴ്ച തന്നെയായിട്ടേ പറയാനൊക്കെ ഉള്ളൂ. അങ്ങനെ ഒരു സ്റ്റേജ് കെട്ടാൻ പാടില്ലായിരുന്നു. അത് കെട്ടിയെങ്കിൽ അതിൻ്റെ ബലം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആ ബലം, ആ കെട്ടിയ സ്റ്റേജ് മന്ത്രി ഇരിക്കുന്ന സ്റ്റേജ് ആയതുകൊണ്ട് അത് പോലീസ് സെക്യൂരിറ്റി നോക്കണമായിരുന്നു, PWDക്കായിട്ട് നോക്കണമായിരുന്നു. ഇതെല്ലാം ഇനി പോലീസ് പരിശോധിക്കട്ടെ. പണം ന്യായമായ ചിലവ്, ഇതിനകത്ത് നല്ലൊരു സംഖ്യ ചിലവാകുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഓർഗനൈസ് ചെയ്ത് വരാൻ വലിയ കോടിക്കണക്കിന് രൂപയുടെ ചിലവ് വന്നിട്ടുണ്ട്. പക്ഷെ അമിതമായി പണം ആരെങ്കിലും കൊണ്ടുപോയോ, മോഷ്ടിച്ചുകൊണ്ട് പോയോ, തട്ടിക്കൊണ്ടുപോയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളും പോലീസ് നോക്കും. ന്യായമായ രീതിയിൽ ഈ പ്രോഗ്രാം നടത്തി അവർ പറഞ്ഞ കോൺട്രാക്ടൻസ് പണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഒഫൻസ് കാണാൻ കഴിയില്ല. സെക്യൂരിറ്റി ലാപ്സസ് മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഏതായാലും ഉമാ തോമസ് അവിടെ വീണു. അവർക്ക് ഒരു റാഷ് ആൻഡ് നെഗ്ലിജന്റ് ആക്ട് ആണ് അവിടെ ആ പന്തൽ കെട്ടിയവരുടെ പേരിൽ ഉണ്ടാകാൻ പോകുന്നത്. കാരണം അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് അവരുടെ മൊഴിക്ക് വലിയ പ്രാധാന്യമുണ്ട്.